ഇന്ന് ഈവനിങ് ഷൂട്ടിംഗ് ഉള്ളൂ. അപ്പൊ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഇറങ്ങിയതാ. അതിനെന്താ, വരൂ, കേറി വരൂ. എടാ മാത്ത, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കുഴപ്പമെന്ന്. അത്ര കുഴപ്പമാണോ? പിന്നെ കുഴപ്പമെന്ന് വെച്ചാ ഭയങ്കര കുഴപ്പം, പക്ഷെ പരിഹരിക്കാം. അല്ല, എന്ത് കുഴപ്പമാണെന്ന് നിങ്ങൾ പറയുന്നത്? അതായത് ആന്റി, ഈ ശ്രീനാഥ് ഡോക്യുമെന്ററി ഫിലിംസ് മാത്രമല്ല വലിയ വലിയ കമ്പനികളുടെ ആഡ് ഫിലിംസ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവനൊരു വീട്ടിൽ കയറിയാൽ അപ്പൊ അറിയാം അവിടുത്തെ ഇന്റീരിയർ ഡിസൈൻ ശരിയാണോ അല്ലയോ. എന്നാലും ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ശരിയല്ലെന്ന് ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് ആന്റി, ഈ വീട്ടിലെ ചില സാധനങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെച്ചാ വീടിന്റെ ഭംഗി ഭയങ്കരമായിട്ട് കൂടും. അതെ, ഈ പാൻറ് ഇങ്ങോട്ട് മാറിയുന്നേ, നിന്നേ നീ അങ്ങോട്ട് മാറിയുന്നേ, ഇപ്പൊ തന്നെ ഭംഗി കൂടിയില്ലേ? വേണമെങ്കിൽ ഞാനത് ചെയ്തു തരാം. വേണമെങ്കിലല്ല, ചെയ്തു കൊടുത്തേ പറ്റൂ. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ, ഇതൊക്കെ അമ്മുന്റെ അച്ഛനോട് ചോദിക്കാതെ. അയ്യോ ആന്റി, ഇത് അദ്ദേഹത്തിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്നാലും ഒന്നുമില്ല. ആന്റി അടുക്കളയിൽ ചെന്നൊരു ചായ ഇട്ട് വരുമ്പോഴേക്കും, 2 ടീ ഇട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് ഷേപ്പ് തന്നെ മാറ്റി തരും. മധുരം കുറക്കണ്ട, നീ ഓവറാക്കണ്ട. ഞാനല്ലല്ലോ ഓവറായത്. ഈ ഷേപ്പ് മാറ്റി തരണേ ഈശ്വര. അയ്യോ, എന്താ ഇവിടെ? ഞങ്ങൾ ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ഒന്ന് പരിഷ്കരിക്കാന്ന് കരുതി. ആരോട് ചോദിച്ചിട്ട്? ഇവിടുത്തെ അമ്മയോട് ചോദിച്ചിട്ട്. എടാ ശ്രീ, നീ പറഞ്ഞ സാധനം ഞാൻ നിന്നോട് ആര് പറഞ്ഞു ഈ പാത്രം എടുക്കാൻ? ഞാൻ പറഞ്ഞിട്ടാ. അല്ല, അതില് കാര്യമുണ്ട്. നീ പിടിച്ച സാർ ഇബിനു ബത്തൂത്താന്ന് കേട്ടിട്ടുണ്ടോ? ഈ ബത്തൂത്തയുടെ ഇന്ത്യ സന്ദർശന കാലത്താണ് ഇത്തരം പാത്രങ്ങൾ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത്. അതിങ്ങനെ ഒരു മുറിയിൽ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ മാത്ത, നീ അത് ഇവിടെ വെച്ചേ. ഇതുപോലത്തെ ചട്ടിയും കലവും വേറെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മുറിയിൽ അടുക്കി വെക്കാം. നല്ല ഇടിവെട്ടായിരിക്കും. ചട്ടിയും കലവോ? ഗംഗയിൽ ഒഴുക്കാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്റെ അച്ഛന്റെ ചിതാഭസ്മാണത്. അത് നീ തൊട്ട് അശുദ്ധമാക്കിയില്ലേ?